സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായം 30 തിരുവചനം. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്, എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പലരെയും നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്, എന്തൊരു പൊക്കവാ, എന്തൊരു കുള്ളന, ഇവളത് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തൊരു കറപ്പാ, എന്തൊരു ഷെയ്പ്പാ എന്ന് ചിലരുണ്ട്. തങ്ങളിലേക്ക് തന്നെ നോക്കിയിട്ട് പറയും, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, എനിക്ക് സാമ്പത്തികമില്ല, എന്നെക്കൊണ്ട് മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, എന്നെക്കിപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്നും കൊള്ളത്തില്ലെന്ന് വിചാരിച്ചിട്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങി അപകർഷതയിൽ ജീവിതം തീർക്കുന്ന വ്യക്തികൾ. കാലവും പ്രായവും മാറ്റുന്ന ഈ സൗന്ദര്യത്തെയും കഴിവുകളിലുമൊക്കെ വിശ്വാസം വെക്കുകയും അതാണ് മുഖ്യമെന്ന് കരുതുന്നവരുടെ മുമ്പിൽ ഈ ദൈവത്തിൻ്റെ ഈ വചനം ഒത്തിരി പ്രസക്തിയുള്ളതാണ്. വചനം ഓർമ്മിക്കുക, ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർപ്പിക്കുന്നു. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വചനമെന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് സ്ത്രീയോ പുരുഷനോ വാർദ്ധക്യത്തിലുള്ള ഒരാളോ ഒരു യുവാവോ യുവതിയോ കുഞ്ഞോ ആരും ആയിക്കൊള്ളട്ടെ, ഈശോ കൂടെയുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവവിശ്വാസമുള്ള, ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണോ ഞാൻ നിങ്ങളോ എന്നുള്ളതാണ്. തമ്പുരാൻ കൂടെയുള്ള വ്യക്തിയാണെങ്കിൽ ലോകവും മനുഷ്യരും എല്ലാവരും എല്ലാം മാനിക്കും. കാരണം ദൈവം കൂടെയുള്ളൊരു വ്യക്തിക്ക് വേറെ എന്താ കുറവ്? നമ്മൾ വിചാരിക്കുന്ന കഴിവുകളില്ലെന്നും വിദ്യാഭ്യാസം ഇല്ലെന്നും സൗന്ദര്യം ഇല്ലെന്നും ഒക്കെ വിചാരിക്കുന്നിടത്ത് തമ്പുരാനല്ലേ സൗന്ദര്യം നൽകുന്നത്, ദൈവമല്ലേ സൗന്ദര്യമായിട്ട് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ സൗന്ദര്യത്തിലോ കഴിവിലോ ഭംഗിയിലോ ഒന്നുമല്ല, നമ്മുടെ സൗകുമാര്യത്തിലല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലെ ദൈവം ഉണ്ടോ എന്നുള്ള, നമ്മൾ എത്രമാത്രം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നുള്ളതാണ്. നമുക്കൊണ്ട് പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് കർത്താവ് ഇതിനുള്ള വലിയ സ്നേഹത്തിലും വലിയ കൃപയിലുമായിരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണം. ഈ ലോകം തരുന്ന നൈമിഷികങ്ങളായ സൗന്ദര്യവും സൗകുമാര്യവും ഒക്കെ വിട്ടിട്ട് ഈശോയെ നിന്നോട് ചേർന്നായിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.